everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 22nd lecture on Income Tax Law and Practice 2. This lecture is based on capital gains, which is the second module in the subject Income Tax Law and Practice 2 for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing a problem under the head Capital Gains on the Transfer of Agricultural Land in Urban Area, which comes under section 54B of Income Tax Act 1961. And in this lecture, we are going to discuss another head of exempted capital gain, that is capital gains on compulsory acquisition of land and buildings, which comes under section 54D of Income Tax Act 1961. For availing the exemption under section 54D, what are the conditions need to be fulfilled by the assessee? സെക്ഷൻ 54D പ്രകാരമുള്ള എക്സെംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് അസസി ഫുൾഫിൽ ചെയ്യേണ്ടത്? ഫസ്റ്റ് വൺ ഇസ് ദ അസസി ഈസ് എൻഗേജ്ഡ് ഇൻ ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിലായിരിക്കണം അസസി എൻഗേജ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസിലായിരിക്കണം അസസി എൻഗേജ് ചെയ്തിരിക്കുന്നത്. And the second condition is the land or building or any right therein should form part of the industrial undertaking. അതായത് ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ലാൻഡിലോ ബിൽഡിങ്ങിലോ ഉള്ള ഏതൊരു റൈറ്റും ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ഭാഗമായിരിക്കണം. ഓക്കെ. ആൻഡ് ദ തേർഡ് കണ്ടീഷൻ ഈസ് സച്ച് അസറ്റ് ഈസ് കമ്പൽസറിലി അക്വേർഡ് അണ്ടർ എനി ലോ. ഈ അസറ്റ് ഏതെങ്കിലും ലോ പ്രകാരം കമ്പൽസറിലി അക്വയർ ചെയ്തതായിരിക്കണം. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് കണ്ടീഷൻ ഈസ് ദ അസസി ഹാസ് യൂസ്ഡ് ദ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ എനി റൈറ്റ് therein ഫോർ ദ പർപ്പസസ് ഓഫ് ദ ബിസിനസ് ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ ദ 2 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ട്രാൻസ്ഫർ ടുക്ക് പ്ലേസ്. അതായത് ഈ അസസി ഈ ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഈ ലാൻഡോ ബിൽഡിങ്ങുമായിട്ടോ റിലേറ്റ് ചെയ്തു വരുന്ന ഏതെങ്കിലും റൈറ്റോ ഈ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ബിസിനസ്സിൻ്റെ പർപ്പസസിനായി ഈ ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ടു മുൻപുള്ള 2 വർഷം യൂസ് ചെയ്തിരിക്കണം. ഓക്കെ. ആൻഡ് ദ ഫിഫ്ത്ത് കണ്ടീഷൻ ഈസ് ദ അസസി ഹാസ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 years ആഫ്റ്റർ സച്ച് ട്രാൻസ്ഫർ പർച്ചേസ്ഡ് എനി അതർ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ എനി റൈറ്റ് ഇൻ എനി അതർ ലാൻഡ് ഓർ ബിൽഡിംഗ് or constructed any other building for the purposes of shifting or re-establishing the industrial undertaking or setting up of another industrial undertaking. അതായത് ഈ അസസി ഈ ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ മറ്റേതെങ്കിലും ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യുകയോ മറ്റേതെങ്കിലും ലാൻഡിലോ ബിൽഡിങ്ങിലോ ഉള്ള റൈറ്റ് പർച്ചേസ് ചെയ്യുകയോ മറ്റേതെങ്കിലും ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യുകയോ ചെയ്തിരിക്കണം. ആൻഡ് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ് ഷിഫ്റ്റ് ചെയ്യുന്നതിനോ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് സെറ്റപ്പ് ചെയ്യുന്നതിനോ വേണ്ടിയായിരിക്കണം. ഓക്കെ. ക്വാണ്ടം ഓഫ് എക്സെംഷൻ. സെക്ഷൻ 54D പ്രകാരമുള്ള എക്സെംഷൻ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the capital gain arising from the transfer of such land or building is exempt to the extent of the cost of the new land or building purchased or constructed within the prescribed period. അതായത് ഈ ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിനിൽ ലഭിക്കുന്ന എക്സെംഷൻ എന്ന് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന ലാൻഡിൻ്റെയോ ബിൽഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെയോ കോസ്റ്റിൻ്റെ എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും. ഓക്കെ. അതായത് ഈ ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ഫുൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിനും യൂസ് ചെയ്ത് ഒരു ന്യൂ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യുകയോ ന്യൂ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഫുൾ എമൗണ്ടിനും എക്സെംഷൻ ലഭിക്കും. ഇൻ കേസ് പാർട്ട് ഓഫ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ യൂസ് ചെയ്താണ് ന്യൂ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യുകയോ ന്യൂ ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത് എങ്കിൽ ആ പാർട്ട് ഓഫ് ദി എമൗണ്ടിനായിരിക്കും എക്സെംഷൻ ലഭിക്കുക. ബാക്കി എമൗണ്ട് ടാക്സ് ചെയ്യും. ഓക്കെ.
And the second one is, if the amount of capital gain is not utilized by the assessee for the purchase of new asset before the due date of furnishing the return of income under section 139 subsection 1, it shall be deposited by him on or before the due date of furnishing the return of income in capital gains account scheme 1988 and utilized as per the scheme. അതായത് ഈ ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 139 സബ്സെക്ഷൻ 1 പ്രകാരം റിട്ടേൺ ഓഫ് ഇൻകം ഫേണിഷ് ചെയ്യുന്നതിനുള്ള ഡ്യൂ ഡേറ്റിന് മുൻപായി ന്യൂ ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്യാനോ ന്യൂ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനോ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം 1988 റിട്ടേൺ ഓഫ് ഇൻകം ഫേണിഷ് ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റിന് മുൻപായി അസസി ഡെപ്പോസിറ്റ് ചെയ്യണം. ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീം 1988 ഡെപ്പോസിറ്റ് ചെയ്ത ഈ എമൗണ്ട് സ്കീം പ്രകാരം യൂട്ടിലൈസ് ചെയ്യുകയും വേണം. ഓക്കെ. ദ തേർഡ് കണ്ടീഷൻ ഈസ് the new asset, land or building should not be transferred within a period of 3 years from the date of its purchase. If it is transferred within 3 years, the cost of acquisition of the new asset will be reduced by the amount of capital gains on which exemption is claimed. അതായത് പുതിയതായി പർച്ചേസ് ചെയ്ത ലാൻഡോ ബിൽഡിങ്ങോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഇൻ കേസ് 3 വർഷത്തിനുള്ളിൽ ഈ ലാൻഡോ ബിൽഡിങ്ങോ ട്രാൻസ്ഫർ ചെയ്താൽ ഈ ന്യൂ അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും നേരത്തെ ക്ലെയിം ചെയ്ത എക്സംഷൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും നേരത്തെ ക്ലെയിം ചെയ്ത എക്സംഷൻ്റെ എമൗണ്ട് ലെസ് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും ന്യൂ അസറ്റിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ. ദ ക്യാപിറ്റൽ ഗെയിൻസ് അറൈസിംഗ് ഓൺ ദി ട്രാൻസ്ഫർ ഓഫ് ന്യൂ അസറ്റ് ഷാൾ ബി ചാർജബിൾ ടു ടാക്സ് ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഓഫ് ദി പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദി ന്യൂ അസറ്റ് ഇസ് ട്രാൻസ്ഫേർഡ്. ആൻഡ് ഈ ന്യൂ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അറൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ഏത് പ്രീവിയസ് ഇയറിലാണോ ഈ ന്യൂ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് ആ വർഷത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ടാക്സ് ചെയ്യും. Okay. The fourth one is, if the amount deposited is not utilized fully for purchase of new asset within the prescribed period, the amount not so utilized shall be treated as the capital gain of the previous year in which the period of 3 years from the date of transfer of the original asset expires, and the assessee shall be entitled to withdraw the amount as per the provisions of the scheme. അതായത് ക്യാപിറ്റൽ ഗെയിൻസ് അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനായി ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ യൂട്ടിലൈസ് ചെയ്യാത്ത എമൗണ്ടിനെ ഏത് പ്രീവിയസ് ഇയറിലാണോ ഒറിജിനൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 3 ഇയേഴ്സ് എക്സ്പയർ ആകുന്നത് ആ പ്രീവിയസ് ഇയറിലെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് അസസിക്ക് സ്കീമിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് ഈ എമൗണ്ട് വിഡ്രോ ചെയ്യാവുന്നതുമാണ്. ക്ലിയർ? വി വിൽ ഡിസ്കസ് എ പ്രോബ്ലം അണ്ടർ സെക്ഷൻ 54D ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. താങ്ക് യു.